മുസ്ലിം ലീഗിനെ പറഞ്ഞുമെടുത്ത കാന്തപുരം വിഭാഗം ഇപ്പോൾ സ്ത്രീകളുടെ വ്യായാമത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ്. അത് എല്ലാ സ്ത്രീകളുടെയുമല്ല, മുസ്ലിം സ്ത്രീകളുടെ വ്യായാമത്തിലാണ് ഇപ്പോൾ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ കാന്തപുരം വിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകളിൽ കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ലേ? ഇനി മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു തിരുത്തോ അനുകൂല നടപടികളോ അഭിപ്രായമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മതത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മേക്ക് 7 വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. അതാണ് മുസ്ലിയാരുടെ ഫത്വ. അതിൽ മുസ്ലിം ലീഗ് ഇനിയെങ്കിലും അഭിപ്രായം പറയാതെ ഇങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കരുത്. ലീഗും കോൺഗ്രസ്സുകാരും പറയേണ്ടതാണ്, ഇതുവരെ പറയാത്തതാണ് ഇപ്പോൾ ഇതാ കേരളത്തിന് വേണ്ടി ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞിരിക്കുന്നത്. കുറേ കടൽ കിഴവന്മാർ ഓരോ അഭിപ്രായങ്ങൾ വിളിച്ച് പറയും. അതൊന്നും ഇന്നത്തെ കാലത്തിനെക്കുറിച്ച് ചിന്തിച്ചല്ല ആ കിഴവന്മാർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത് നാണക്കേടാണെന്നാണ് കെമാൽ പാഷ പറയുന്നത്. മുസ്ലിം സമുദായത്തിന് തന്നെ അപമാനകരമായ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു താലിബാൻ മോഡലിലേക്കാണ് ഈ കാന്തപുരം വിഭാഗക്കാർ പോകുന്നതെന്നും കെമാൽ പാഷ പറയുന്നു. ഇത്രയും കേട്ടിട്ടും മുസ്ലിം ലീഗർ പ്രതികരിച്ചിട്ടില്ല. പരസ്യമായി കാന്തപുരത്തെ അനുകൂലിക്കാനും പറ്റാത്തൊരവസരം ലീഗർ, കാരണം അവർക്ക് കാന്തപുരത്തെ അന്നും ഇന്നും ഭയമാണ്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഷാവറ യോഗമാണ് സ്ത്രീകളുടെ വ്യായാമത്തിൽ കയറി കൈവച്ചിരിക്കുന്നത്. കടുത്ത നിബന്ധനയാണ്. അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്ന് അഭ്യാസം നടത്തുന്നത് മതവിരുദ്ധമാണെന്നും വിശ്വാസവിരുദ്ധമായ ഗാനങ്ങളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇപ്പോഴത്തെ നിബന്ധന. വ്യായാമത്തിന്റെ പേരിലായാലും സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല തുടങ്ങി വിചിത്രമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ കാലത്ത് കാന്തപുരം വിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗാകട്ടെ അവർ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് അഭിപ്രായം പറയണമെന്ന് ലീഗുകാർക്കറിയില്ല, ലീഗിൻ്റെ നേതൃത്വത്തിന് അറിയില്ല. ഇത് കേട്ടാൽ തോന്നിപ്പോവും കേരളം താലിബാനിസത്തിലേക്കാണ് പോകുന്നതെന്നും അതിന് കുട പിടിക്കുകയാണ് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുമെന്നും. എന്നിട്ടും ലീഗുകാർ പറയാത്ത മറുപടി കെമാൽ പാഷ വീണ്ടും തുടർന്ന് പറഞ്ഞു. വിവാദമായ മേക്ക് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരാണ് പരാമർശമെങ്കിലും മുസ്ലിം സ്ത്രീകളുടെ പൊതു പങ്കാളിത്തത്തിനുള്ള മതപരമായ കടിഞ്ഞാൻ കൂടിയാകുകയാണ് കാന്തപുരത്തിൻ്റെ കയ്യിൽ നിന്നും. ഇവിടെ ജനാധിപത്യമാണ്, അല്ലാതെ മതാധിപത്യമല്ല. ഇത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കാന്തപുരം അത് മനസ്സിലാക്കണമെന്നുമാണ് ജസ്റ്റിസ് കെമാൽ പാഷ പറയുന്നത്. മതവിശ്വാസത്തിന് ഹാനികരാവുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അനുവദനീയമല്ല എന്ന് കാന്തപുരം വിഭാഗം വീണ്ടും ആവർത്തിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ നിയമങ്ങൾക്ക് വിധേയമായി വ്യായാമം നിരോധിക്കപ്പെട്ടിട്ടില്ലെന്നും കാന്തപുരം വിഭാഗം ഒരു ന്യായീകരണം നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും ശാരീരിക ഉണർവിനും വ്യായാമം നല്ലതാണെന്നാണ് ഇപ്പോൾ സമസ്ത AP വിഭാഗം പറയുന്നത്. അതിനേക്കാൾ നല്ലത് സമസ്തക്കാർ ആരും വ്യായാമം ചെയ്തതെന്നും ഒരു അസുഖം വന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകരുതെന്നും എല്ലാം ഒന്നുകൂടി വ്യക്തമായി പറയുന്നതാകും. അപ്പോഴും PK കുഞ്ഞാലിക്കുട്ടിയോ മറ്റു മുസ്ലിം നേതാക്കളോ പാണക്കാട് തങ്ങളോ ഒന്നും മിണ്ടില്ല. കാരണം അവർക്ക് പേടിയാണ് കാന്തപുരം വിഭാഗത്തെ. അതുകൊണ്ട് തന്നെ കാന്തപുരം വിഭാഗം എന്തൊരു തീരുമാനം പറഞ്ഞാലും അത് മുഷാവറ യോഗത്തിൽ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും ഒരു തർക്കത്തിലേക്ക് പോകാനോ സമസ്തയെ എതിർക്കാനോ ഒന്നും തയ്യാറല്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ലീഗിൻ്റെ നിലപാട്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കൽ സമസ്തയെ അവർ CPMൻ്റെ വോട്ട് ബാങ്കായി മാറുന്നു എന്ന തരത്തിൽ മുസ്ലിം ലീഗുകാർ പ്രതിഷേധിക്കുകയും സമസ്തയുടെ മുഖപത്രം കത്തിക്കുകയും ചെയ്തപ്പോഴും സമസ്ത ഒന്നും മിണ്ടാതല്ല ഇരുന്നത്. കടുത്ത നിലപാടുമായി ലീഗിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് സമസ്ത പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ കക്ഷിയാണ്, മതേതര കക്ഷിയാണെന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് വെറും ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, ഞങ്ങൾ സമുദായത്തിൻ്റെ പ്രതീകമാണ്, സമുദായത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗായാലും INI ആയാലും ഏത് പാർട്ടിയായാലും കേട്ടുകൊള്ളുക, അനുസരിച്ച് കൊള്ളുക എന്ന്. അത് അപ്പാടെ അനുസരിക്കുക അല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു. ഒടുവിൽ സലാമടക്കം ഇടപെട്ടുണ്ടാക്കിയ ഈ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ ലീഗിനുള്ളിൽ പറഞ്ഞു തീർത്തത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് ചെന്നിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത മുഷാവറ യോഗത്തിൽ എന്ത് പറഞ്ഞാലും അതിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടാകും, മൗന അനുവാദമുണ്ടാകും. അതിനെ എതിർത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു അക്ഷരം പോലും കമാന്ന് പോലും വിട്ടില്ല. ഈ ഘട്ടത്തിലാണ് റിട്ടയർഡ് ജഡ്ജി കെമാൽ പാഷ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഇവിടെ മതാധിപത്യമല്ല നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും കോൺഗ്രസും ഒന്നും വേണ്ടില്ല, മുസ്ലിം ലീഗും ഒന്നും വേണ്ടില്ല. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ ഇരുവർക്കും വളരെ വിലപ്പെട്ട ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ പിണക്കാൻ ലീഗോ കോൺഗ്രസോ തൽക്കാലത്തേക്ക് തയ്യാറല്ല.